സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം ഉപാസ്മ്യഹം രമണതത്തുല്യദേവം. കീർത്തികരം തീർത്ഥപദപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണം പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതതുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ഗോദ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധിർഭോക്തഃ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയേദ്രതജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹിനി കർണേന വേലാകുല. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈരണന കൈവർത്തകേശവ. പാരാശര്യവചസരോചമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദേന ഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്തമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈः സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗമാണ് നമ്മൾ വിചാരം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീത എന്ന് വച്ചാൽ ഉപദേശം, ഭഗവാനാൽ പറയപ്പെട്ട ഉപദേശത്തെയാണ്. അതും ഗീത എന്ന് പറഞ്ഞാൽ ഒരു ഗീതം, ഒരു പാട്ട്, ഭഗവാനാൽ പാടപ്പെട്ട ഒരു പാട്ട്. എന്താണ് ആ പാട്ട് എന്ന് വെച്ചാൽ ആ പാട്ട് ഉപനിഷത്താണ്. ആ ഉപനിഷത്ത് എന്താന്ന് വെച്ചാൽ ഉപദേശമാണ്. വേദമേ പറയണു ഏഷ ആദേശഃ ഏഷ ഉപദേശഃ. അത് ഉപദേശമാണ്. എന്താ ഉപദേശം എന്ന് വെച്ചാൽ ജ്ഞാനം. അപ്പോൾ ഭഗവത്ഗീത അർജുനന് കൃഷ്ണൻ ജ്ഞാനത്തെ ഉപദേശിക്കുന്നു, ഏറ്റവും ഉയർന്ന വിദ്യയെ ഉപദേശിക്കുന്നു. തസ്മിന്നു ഭഗവോ വിജ്ഞാതം സർവമിദം വിജ്ഞാതം ഭവതീതി. ഏതൊന്നിനെ അറിഞ്ഞാലാണോ ഇനി അറിയാൻ ബാക്കിയൊന്നും ഇല്ലാന്ന് ഒരു ജിജ്ഞാസ നിവർത്തി വരണോ, ആ വിദ്യയെ കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നു. എപ്പോൾ ഉപദേശിക്കണു എന്ന് വെച്ചാൽ ദുഃഖത്തിൻ്റെ കൂമ്പാരം വന്നപ്പോൾ ഉപദേശിക്കുന്നു. എപ്പോൾ ഫലവത്താവണു എന്ന് വെച്ചാൽ ഒരു ജീവൻ പക്വതയാവുമ്പോൾ ഫലവത്താവുന്നു. അപ്പോൾ ഈശ്വരൻ ഒരു ജീവനെ പക്വപ്പെടുത്തുന്നു. എങ്ങനെയാ പക്വപ്പെടുത്തണം എന്ന് വെച്ചാൽ ഒരു കൊല്ലൻ്റെ ഇരുമ്പ് അല്ലേ, വാളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയാൽ
തീയിലിട്ട് ചുട്ട് 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 പഴുപ്പിച്ച് നിറയെ അടി കൊടുത്ത് അവസാനം തണുത്ത വെള്ളത്തിൽ കൊണ്ട് മുക്കിയപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി കിട്ടിയതുപോലെ പക്വപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ദുഃഖത്തെ തന്നു പക്വപ്പെടുത്തണം. ഇപ്പൊ നമുക്ക് ദുഃഖം വരണല്ലോ ഈശ്വര, അതിനൊന്ന് പരിഹാരം വേണമെന്ന് പറഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോണില്ലേ? എന്താ പരിഹാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരിഹാരത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദുഃഖം തരും. പക്ഷെ നമ്മളെന്താ താത്കാലികമായിട്ടുള്ള ഒരു പരിഹാരത്തെ തേടുന്നു അല്ലെ? ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ അറിയാം, ഒരു രോഗം വരുമ്പോൾ മനസ്സിലാവും ശരീരം എന്ന് പറയണത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണത് പോലെ നടക്കണ ഒരു വസ്തുവല്ല അല്ലേ? നമ്മൾ കരുതും നമ്മൾ എന്തൊക്കെയോ ന്യൂട്രീഷൻ ഫുഡൊക്കെ എടുത്താലോ ഏതോ ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് കേട്ടാലും നമുക്ക് അതുപോലെ ഇരിക്കാൻ പറ്റും എന്ന് നോക്കണു. പക്ഷേ പ്രകൃതി അതിനെ അനുവദിക്കണേ ഇല്ല ഇല്ലേ? ചിലപ്പോൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരാൾ റോഡിലൂടെ ചിലപ്പോൾ മസിൽ നോക്കി നടന്നു പോകുമ്പോഴായിരിക്കും റോഡിൽ വണ്ടി ഇടിച്ച. ദൈവം എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതേ നടക്കും. നമ്മൾ എന്തൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ, പരിഹാരമൊക്കെ ചെയ്തോളൂ. പക്ഷേ ആ പരിഹാരമൊന്നും ശാശ്വതമായ വസ്തുവിനെ അറിയാൻ സാധ്യമല്ല. ഒരു എക്സ്ട്രാ നോളജ് വെളിയിൽ നിന്ന് കിട്ടുന്നത് ശാശ്വതമായ പരിഹാരത്തിനെ നമുക്ക് തരില്ല. അപ്പൊ ആ പരിഹാരത്തിന് തരാൻ ആർക്കാ അധികാരം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് അധികാരം. ആ പരിഹാരം ആര് തരും? ഈശ്വരൻ തരും. ആ പരിഹാരം ആര് ഗ്രഹിക്കും എന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെ ഗ്രഹിക്കും അത്രേ. ഭാഗവതം പോലും അങ്ങനെയാണ് പറയണത്. ഓരോ ജീവന്റെ ഉള്ളിലിരുന്നും ഭഗവാൻ പറഞ്ഞ് ഓരോ ജീവന്റെ ഹൃദയത്തിലിരുന്നും ഭഗവാൻ തന്നെ ഗ്രഹിക്കുന്നു. തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയത് സൂരയഃ. ഭഗവാൻ ഹൃദയത്തിലിരുന്ന് ഗ്രഹിക്കണം. എപ്പോഴാണ് ഭഗവാൻ ഹൃദയത്തിൽ വരണമെന്ന് വെച്ചാൽ ഒരു ജീവൻ എപ്പോൾ പക്വമാവണോ ഉള്ളിൽ ഭഗവാൻ ഹൃദയത്തിൽ വരും. അതിന് പക്വപ്പെടുത്തുകയാണ് കൃഷ്ണൻ ഈ 2-ാം അധ്യായം ആരംഭത്തിൽ തന്നെ. എങ്ങനെയാ പക്വപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ മിച്ചമിരുന്ന ആ അജ്ഞാനത്തെ കൂടെ ഇല്ലാതാക്കി. ഇപ്പോൾ ഒരാൾ എണ്ണ തറയിൽ തെറ്റി എണ്ണ കിടന്നത് എണ്ണ തെറ്റി തറയിൽ വീണു എന്ന് വെച്ചോളാം, ചറുക്കി വീണു. ഇദ്ദേഹത്തിനെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ വൈദ്യൻ ഇട്ട് കൊടുത്ത മരുന്നും എണ്ണ അല്ലേ? അയാൾ ചറുക്കി വീഴാൻ കാരണമായതും എണ്ണയാണ്. അയാളെ ഒരു റിലീഫ് കൊടുക്കാൻ, ഒരു പക്വപ്പെടുത്താൻ, ഒരു പാകപ്പെടുത്താൻ അല്ലേ, എല്ലൊക്കെ ഒന്ന് നേരെ നൂന്ന് ഊറി വരാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കേണ്ടത്? ആ എണ്ണ തന്നെയാണ് ഒരു തേച്ചത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സംസാര ജീവിതത്തിൽ നമുക്ക് എങ്ങനെ താപം വരണോ, ഈശ്വരൻ അതിലൂടെ മാനിഫെസ്റ്റായി ഒരു താപം തരണം. എന്ന് വെച്ചാൽ ഈ അജ്ഞാനം ഒരു പൊടി കൂടെ അതിനകത്ത് ഇരിക്കരുത് അല്ലെ? അവൻ്റെ കഴിവ് കൊണ്ട് അവന് രക്ഷപ്പെടാനേ സാധ്യമല്ല, ഈശ്വരൻ്റെ ബലമല്ലാതെ. അവൻ നേടിയ അറിവ് കൊണ്ട് അവന് രക്ഷപ്പെടാനേ സാധ്യമല്ല, ഈശ്വരൻ അവൻ്റെ ഉള്ളിൽ അറിവായിട്ട് പ്രകാശിക്കാതെ പറ്റില്ല. നമുക്കൊക്കെ അറിയാം വരരുചി എന്നൊരു ക്യാരക്ടർ അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുള്ള കഥയൊക്കെയാണ്. ഈ വരരുചി നല്ലൊരു ബ്രാഹ്മണൻ, നല്ല അറിവ്, നല്ല പാണ്ഡിത്യം. ചോദിച്ചു രാമായണത്തിൻ്റെ മുഖ്യ ശ്ലോകം എന്ത് എന്ന് സഭയിൽ രാജാവ് ചോദിച്ചു. അപ്പം സഭയിൽ രാജാവ് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഉത്തരം പറയണം. ഉത്തരം പറയാൻ ഇദ്ദേഹത്തിന് അതറിയില്ല. അപ്പോൾ അവിടെ ഇരുന്ന സഭയിലുള്ള പ്രജകളുടെ അടുത്തൊക്കെ ചോദിച്ചു, ആർക്കും അറിയില്ല. ഇദ്ദേഹം എവിടെയൊക്കെ പോയി സമയം തരണമെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് വിഷമിച്ച് പോയി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ 2 യക്ഷിണികൾ കിളി രൂപത്തിൽ വന്നു. 2 യക്ഷിണികൾ കിളി രൂപത്തിൽ മരത്തിൻ്റെ മേലെ ഇരിക്കുന്നു. ഇദ്ദേഹം ക്ഷീണിച്ച് അവശനായിട്ട് താഴെ ഇരിക്കുന്നു മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ ആ യക്ഷിണി ഒരു പക്ഷി മറ്റൊരു പക്ഷിയുടെ ചോദിക്കുകയാണ് എവിടെ പോയിട്ട് വന്നു എന്ന് വെച്ചപ്പോൾ അവിടെ ഒരു പറച്ചി പ്രസവിച്ചു. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ഉപചാരമൊക്കെ കിട്ടും, നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കിട്ടും, അവർക്ക് നല്ല സംസ്കാരമുള്ളവരാണ്. അപ്പോൾ പറഞ്ഞു, ഓ ആ പറച്ചിയുടെ ഭാവി നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു ആ കിളി. ഒരാവശ്യമില്ല, ഭാവി അറിയാമോ എന്ന് ചോദിച്ചു. ഇതല്ല ഈ വരരുചി കീഴേ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്, രാമായണത്തിൻ്റെ ശ്ലോകം അറിഞ്ഞുകൂടന്നേ ഉള്ളൂ, കിളികളുടെ ഭാഷ വരെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ കിളി പറഞ്ഞു ഭാവി അറിയാമല്ലോ, രാമായണത്തിൻ്റെ മുഖ്യ ശ്ലോകം അറിയില്ല എന്ന് പറഞ്ഞു ഒരാൾ ഇതാ താഴെ വന്നിരിപ്പുണ്ട്, ഇയാളെ കല്യാണം കഴിക്കാൻ പോണത്. ഇതറിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ, ഈ ബ്രാഹ്മണൻ ഈ സ്ത്രീയാണോ കല്യാണം കഴിക്കാൻ പോണത് എന്ന് വിചാരിച്ച് ഇദ്ദേഹം ടെൻഷനായി.
ഈ കിളികൾ തന്നെ രാമായണത്തിൻ്റെ മുഖ്യ ശ്ലോകം എന്താണെന്ന് ഒരു ആശയവിനിമയത്തിലൂടെ അവർ കൊടുക്കണു. രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മച, അയോധ്യ വടഭാ വിദ്ധി, ഗച്ഛതാത യഥാ സുഖം. ലക്ഷ്മണനോട് സുമിത്ര ഉപദേശിച്ച് വനവാസത്തിലേക്ക് വിടുന്നു. അതായത് രാമനാണ് നിന്റെ അച്ഛൻ, സീതയാണ് ഞാൻ, അല്ലേ? അമ്മ സീതയാണ്, ഈ കാട് നിനക്ക് അയോധ്യയാണ്, അതുകൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരൂ എന്ന് പറയുന്ന മുഖ്യമായ രാമായണത്തിൻ്റെ അദ്ഭുതമായ ശ്ലോകം. അപ്പം ഈ ശ്ലോകത്തെ പോയി രാജാവിനോട് പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുട്ടി അവിടെ ജനിച്ചിട്ടുണ്ട്, വലിയ ഡേഞ്ചർ, ആ കുട്ടിയെ കൊന്നുകളയണം. കാരണം ഇയാൾ കല്യാണം കഴിക്കാൻ പോവുമല്ലോ. കിളികൾ പറഞ്ഞു, യക്ഷിണികൾ പറഞ്ഞു. അപ്പോൾ ഈ രാജാവിനോ പൈസ കൊടുത്ത് രാജാവ് ഈ കുട്ടിയെ വാങ്ങിച്ചിട്ട് കൊന്നുകളയാൻ തോന്നിയില്ല. എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു വാഴത്തടയിൽ ഒരു ബോട്ട് പോലെ ഉണ്ടാക്കി 2-3 പന്തമൊക്കെ വെച്ചിട്ട് ഒഴുക്കി അങ്ങോട്ട് വിട്ടു. ആ കുട്ടിയെ അങ്ങ് ഒഴുക്കി വിട്ടു. കുറച്ച് കാലം കഴിഞ്ഞ് ഈ വരരുചി ഇങ്ങനെ പലയിടത്തും യാത്ര ചെയ്ത് ഒരു ഗ്രാമത്തിൽ വന്നു. ഒരു ബ്രാഹ്മണൻ്റെ ഗ്രാമത്തിൽ വന്നു. ആ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ പോയിട്ട് ഭവതു ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു, എനിക്ക് ഭിക്ഷ തരണം. അപ്പം അവർ പറഞ്ഞു, അതിഥി സത്കാരമല്ലേ, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ആദ്യം മുങ്ങിക്കുളിക്കണം എന്ന് പറഞ്ഞു. 2, ഞാൻ മുങ്ങിക്കുളിച്ച് വന്നാലുടൻ 1000 കറികളുള്ള ഊണ് വരണം എനിക്ക്. 3, 4 പേര് എനിക്ക് വിശ്രമിക്കാൻ, 4 പേര് എന്നെ തൂക്കണം. 3 പേര് എനിക്ക് കഴിക്കണം, 4 പേര് എന്നെ തൂക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ വലിയ ടെൻഷനായിരുന്ന സമയത്ത് അകത്ത് മോള് പറഞ്ഞു, എന്തിനാ ടെൻഷൻ അടിക്കണം, അയാൾ കുളിച്ചിട്ട് വരട്ടെ. ഇദ്ദേഹം സ്നാനം ചെയ്ത് വന്നപ്പോഴേക്കും ഊണ് റെഡിയാക്കി ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ട്. ഊണിൻ്റെ കൂടെ ഇഞ്ചിക്കറി എന്ന് വെച്ചാൽ 1000 കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഇത് പാസ്സായി. ഇനി 3 പേരെ കഴിക്കണം. ആരാ ഉള്ളത്? ഞാനുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. ഈ 3 പേരെയും കൂടെ ഇയാൾക്ക് കഴിക്കാൻ കൊടുക്കണോ? ഇയാൾ എന്താ നരഭോജിയാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, വേണ്ട, 3 പേരെ കഴിക്കണം എന്നല്ലേ പറഞ്ഞു. ഒരു വെറ്റില, ഒരു ചുണ്ണാമ്പ്, അടക്ക കൊടുത്തു. അപ്പോൾ 3 പേരെ കഴിച്ചു. ഇനി 4 പേര് തൂക്കണം. ഇവിടെ 3 പേരെയുള്ള എക്സ്ട്രാ ആര് കൊടുക്കും? അപ്പോൾ പറഞ്ഞു, 4 കാലുള്ള കട്ടിലില്ലേ, ആ കട്ടിൽ എടുത്ത് കൊടുക്കൂ, ഇദ്ദേഹം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിശ്രമം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, എവിടുന്നാ ഇത്ര ബുദ്ധി കിട്ടിയത്? ആർക്കാ ഇത്ര ബുദ്ധി എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ മോൾക്കാ ഇത്ര ബുദ്ധി. എന്നാൽ ഇത്ര ബുദ്ധിമതിയായ സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് വരരുചി പറഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോയി ഈ മുഖത്തിൽ ഇങ്ങനെ എടുത്തപ്പോൾ ഇവിടെ ഒരു കരിഞ്ഞൊരു പാട്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ ഈ കരിഞ്ഞ പാട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അവരെ കുട്ടിയൊന്നും അല്ല, എന്നെ ഒരു പറയി സ്ത്രീയാണ് പ്രസവിച്ചത്. രാജാവ് എന്നെ ഒരു ബോട്ടിൽ കയറ്റി ഒഴുക്കി വിട്ടു. ആ ഒഴുക്കി വിട്ടപ്പോൾ അതിലൊരു പന്തം ഇരുന്നു, ഈ പന്തം കൊണ്ട് കരിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആകപ്പാടെ ഇതായി. കാരണം ആ കിളികൾ എന്തു പറഞ്ഞോ, പറയി സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. എന്താന്ന് വെച്ചാൽ, അഹോ ദൈവബലം ബലം, ദൈവം അല്ലേ, ദൈവം എന്ത് നിശ്ചയിക്കണോ അതാണ് നടക്കുന്നത്. നമ്മൾ കരുതി ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ നീങ്ങിയിട്ട് ഞാൻ നേടിയും നമ്മൾ കരുതുന്നു. വാസ്തവത്തിൽ നമ്മളല്ല നേടണത്. ഈശ്വരൻ്റെ നിശ്ചയത്തിൽ നമ്മളെ നിശ്ചയത്തിന് ഒരു ചെറിയ കണക്ഷൻ വരണമുണ്ട്, ചിലതൊക്കെ നടക്കണം. പക്ഷെ വാസ്തവത്തിൽ നടക്കുന്നത് എന്താ? ഈശ്വരൻ്റെ നിശ്ചയമാണ്. അപ്പം അതുകൊണ്ട് ഈ യുദ്ധം ഈശ്വര നിശ്ചയമാണ്, അല്ലേ? ഇതിലൊരാൾ ജയിക്കണം, അത് ഈശ്വര നിശ്ചയമാണ്. നീ എന്തിനാ അതിന് പോയി ബോധേഡാവണത്? ആര് ജയിക്കണം? നീ നിന്റെ കർമ്മം ചെയ്യൂ അർജുന എന്ന് പറഞ്ഞ് കർമ്മത്തിലേക്ക്, ധർമ്മത്തിലേക്ക് അർജുനനെ ഉയർത്തുകയാണ് കൃഷ്ണൻ. അത് ഓരോ വരിയായിട്ട് കണ്ടു. എങ്ങനെയാ ഉയർത്തിയെന്ന് വെച്ചാൽ, സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകൂടെ തള്ളിപ്പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉണർവുണ്ട്. നിന്റെ സ്വഭാവം ഇതല്ല. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഭർത്താവ് ഒക്കെ വെളിയിൽ പോയി ആടിപ്പോയി വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? നല്ല വാക്ക് പറയണം. ഏതോ ബുദ്ധി ഇല്ലെങ്കിൽ കൂടെയും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ നാട്ടുകാർ മുഴുവൻ ബുദ്ധി ഇല്ല എന്ന് പറയുന്നു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നാണോ? ഏതോ നിങ്ങൾ പ്രയോഗിക്കണമല്ലേ, അത്രയേ ഉള്ളൂ, അല്ലേ? എവിടെയോ ഒരു ഇതിൽ കേട്ടതാണ്, ഏതോ നിങ്ങൾ പ്രയോഗിക്കണില്ല, അത്രയേ ഉള്ളൂ, അല്ലേ?
അപ്പോൾ നമ്മളൊരു താരിണീ ദുർഗസംസാര സാഗരസ്യ കുലോദ്ഭവാം പത്നിയും മനോരമാം വാണി മനോവൃത്താനുസാരിണി. പത്നി എങ്ങനെയായിരിക്കണം? മനസ്സിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കണവളായിരിക്കണം പത്നി. മനോവൃത്താനുസാരിണി, എൻ്റെ മനസ്സിൻ്റെ ചിത്തവൃത്തികളെ മുഴുവൻ ആ പത്നി ഇല്ലാതാക്കി താപത്തെ ഇല്ലാതാക്കി കുളിർമയോടുകൂടി വച്ചിരിക്കണം. അതുപോലെ ഇരിക്കണം. അപ്പൊ സുഹൃത്തായിരിക്കണ കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു കുത്തി രണ്ടാമതൊരു കുത്തി. എന്താന്ന് വെച്ചാൽ, നീ നപുംസകമാണോ അർജുന? നീ നപുംസകത്തിനെ പോലെ പെരുമാറണല്ലോ. ഇതാണോ നിന്റെ സ്വരൂപം? ഇതാണോ നിന്റെ സ്വഭാവം? എന്നിട്ട് ഉത്തിഷ്ഠ പരന്തപഃ, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. മഹാവാക്യം മുണ്ടകോപനിഷത്തിൽ വരണ മഹാവാക്യമാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് വെച്ചാൽ എഴുന്നേൽക്കൂ എന്നാണ്. അത് മടി പിടിച്ചിരിക്കാതെ. നീ ഇപ്പോൾ ഈ രഥത്തിൽ വന്ന് മടി പിടിച്ചിരിക്കുകയാണ്. മടി എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ, ഇതെല്ലാം നിന്റെ സ്വജനങ്ങളാണ്, നിനക്ക് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് ചെയ്തുകൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിന്റെ ഒരു വിചാരമാണ്. അത് ഞാൻ എന്നൊരു ഭാവം അതിൻ്റെ ഉള്ളിൽ പ്രകാശിക്കണു. ആ അജ്ഞാനത്തെ നീ തൂത്ത് കളഞ്ഞിട്ട് അർജുന ഉത്തിഷ്ഠ പരന്തപ, പരമമായ തപസ്സിൻ്റെ ഉടമയായ അർജുന നീ ഉണരൂ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആ 2 ശ്ലോകം പറഞ്ഞ് ഒന്ന് ഉണർത്തുകയാണ്. എന്നാലും കുറച്ചൊക്കെ അജ്ഞാനം എല്ലായിടത്തും നിലനിൽക്കും അല്ലേ? ചിലപ്പോൾ നമ്മളെ ആയില്യം, ഇപ്പം നമുക്ക് പറയാൻ പറ്റണത് ഈ അമ്പലത്തിലൊക്കെ ആയില്യം ചെയ്യുമ്പോൾ ഈ വിഗ്രഹത്തിലൊക്കെ ഒഴിച്ചൊഴിച്ച് ഈ പാലൊക്കെ ഒഴിക്കും. ഈ വിഗ്രഹം മാത്രം സ്ഥിരപ്രതിഷ്ഠയല്ല, ചലിക്കണ ഒരു പ്രതിഷ്ഠയാണ്. അപ്പോൾ ഇതിനകത്ത് പാലൊക്കെ വീഴും. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് ഉള്ളിലുള്ള പാലിനെ അങ്ങോട്ട് വെളിയിൽ തള്ളി കളയണം. അപ്പോൾ എന്നാൽ മാത്രമേ അതിനകത്ത് കൃമി ഒന്നും വരാതിരിക്കുള്ളൂ. അപ്പോൾ അർജുനൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അജ്ഞാന പടലങ്ങൾ ഇരിക്കുന്നു. അങ്ങനെ അർജുനൻ വീണ്ടും പറയാണ്, അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹവരിസൂദന. ഇവിടെ 2 നാമത്തിൽ കൃഷ്ണനെ അഭിസംബോധന ചെയ്തു. എങ്ങനെയാ? അരിസൂദന, മധുസൂദന. ഒന്ന് മധുസൂദന എന്ന് വെച്ചാൽ മധു എന്ന് പറയണ അല്ലേ? ഇപ്പം മധുസൂദന എന്ന് പേരുള്ള ചിലരെയൊക്കെ നമ്മൾ മധു എന്ന് വിളിക്കും. എന്താണെന്ന് വെച്ചാൽ മധു എന്ന് പറഞ്ഞ അസുരനെ വധിച്ചത് കൊണ്ട് മധുസൂദൻ എന്ന് പേര് അല്ലേ? നമുക്ക് അർത്ഥം അറിയില്ല, മധു എന്ന് വിളിക്കുക. എന്തു വിളിച്ചാലും കറക്റ്റാണ്. ഉള്ളിലൊക്കെ എന്താ എങ്ങനെയാ അസുരനെ പോലെയുള്ള പ്രവൃത്തിയല്ലേ കാണിക്കുന്നത് അല്ലേ? ഭഗവാന്റെ പേര് വിട്ടിട്ട് ചിലർ കൃഷ്ണൻ എന്ന് പേര്, കംസന്റെ പരിപാടിയാ ചെയ്യണം അല്ലേ? അതിൻ്റെ ലക്ഷ്യാർത്ഥമൊന്നുമില്ല, വാച്യാർത്ഥവും കാണണമെന്നില്ല. കൃഷ്ണൻ എന്ന് ചിലപ്പോൾ നല്ല വെളുത്ത ആൾക്ക് പേരിടും. എന്താ കൃഷ്ണൻ എന്ന വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ കറുത്തത് എന്നർത്ഥം അല്ലേ? വാച്യാർത്ഥവുമില്ല, ലക്ഷ്യാർത്ഥവുമില്ല, ഏതോ ഒരു ഗൗണാർത്ഥത്തിൽ ജീവിക്കണം അല്ലേ? യാനി നാമാനി ഗൗണാനി അല്ലേ? ഏതോ സഹസ്രനാമത്തിൽ ഒരു നാമം ഇരിക്കണമെന്നുള്ളതല്ലാതെ. ശരി, അരിസൂദന മധുസൂദന. ആദ്യം അരി ശബ്ദം ശത്രുവിനെ സൂചിപ്പിക്കണം അല്ലേ? ഈ ആ ശത്രുവിനെ നിഗ്രഹിക്കണതായിട്ടുള്ള കൃഷ്ണ, മധുസൂദനനെ വധിച്ചതായിട്ടുള്ള കൃഷ്ണ, പൂജാർഹേ ഭീഷ്മം ച ദ്രോണം ച, ഞാൻ പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള എൻ്റെ ഗുരുവും എന്നെ എടുത്തുകൊണ്ടൊക്കെ നടന്ന ഭീഷ്മ പിതാമഹനും, ഭീഷ്മം ച ദ്രോണം ച, ഭീഷ്മരെയും ദ്രോണരെയും ഞാൻ ഈ യുദ്ധത്തിൽ ഈ ബാണങ്ങൾ കൊണ്ട് എങ്ങനെയാ പൂജിക്കണം നോക്കൂ. പുഷ്പം കൊണ്ട് പൂജിക്കേണ്ടവർ അല്ലേ? പാദം കഴുകി പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള എൻ്റെ ഗുരുവും. ഇതാണ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഗുരു എന്ത് തോന്നിവാസം പറഞ്ഞാലും ചെയ്യണോ എന്ന് ചോദിച്ചാൽ, ഗുരു ഒരു ധർമ്മത്തിനെ ഉപദേശിച്ചിട്ടുണ്ട്, ആ ധർമ്മത്തിന് നിരക്കാത്തത് ചെയ്യാൻ പാടില്ല. നമുക്ക് ഗുരു ഉപദേശിച്ചിരിക്കും. എന്താ? നിന്റെ രാജ്യം അല്ലേ? നിന്റെ മകൻ കൂടെ എതിർത്ത് നിന്നാൽ കൂടെയും നിന്റെ രാജ്യമാണ് വലുത്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ആപത്തിൽ നിന്നും രക്ഷിക്കണം രാജ്യത്തിന്. കേവലം മമത കൊണ്ടോ തൻ്റെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കൊണ്ടോ ഒന്നും നമുക്ക് ഡിഫീറ്റ് ചെയ്യാനേ സാധ്യമല്ല. അപ്പോൾ ഇവിടെ പറയാണ്,
ഈ ഭീഷ്മരെയും ദ്രോണരെയൊക്കെ ഞാൻ പാദം കഴുകി പൂജിക്കേണ്ടതാണ്, ഞാൻ എങ്ങനെയാ ഈ അമ്പ് കൊണ്ട് പൂജിക്കേണ്ടത്, അമ്പ് കൊണ്ട് എങ്ങനെയാ ഇല്ലാതാക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്തിനെയാ നിഗ്രഹം ചെയ്യേണ്ടത്? നമ്മൾ കരുതും ഈ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ആളെ കൊന്ന അങ്ങ് നിഗ്രഹ എന്നില്ല. ഇന്ദ്രിയത്തിനെ നിഗ്രഹം ചെയ്യാം, കാമക്രോധത്തിനെ നിഗ്രഹം ചെയ്യാം. എപ്പോഴാണോ ശരീരേ പാപ്മനോ ഹിത്വാ, ശരീരത്തിൽ നിറച്ചു പാപമാണിരിക്കുന്നത്. ഈ പാപത്തെ ഇല്ലാതാക്കാനാണ് യജ്ഞം ചെയ്യണത്. യജ്ഞം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു നാമമാണ്. ഭഗവാന്റെ നാമമായ യജ്ഞം ചെയ്യുക. യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക. എങ്ങനെ കർമ്മം ചെയ്യുക? സാത്വികമായിട്ടുള്ള കർമ്മം ചെയ്യാം. ഇപ്പോൾ ഓരോ ധർമ്മത്തിന് വിധിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാം അല്ലേ? ഇപ്പോൾ ക്ഷത്രിയൻ പോയിട്ട് എനിക്ക് യുദ്ധമൊന്നും വേണം, നിത്യസന്ധ്യാവന്ദനം ചെയ്ത് സാത്വികമായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അയാൾ ഏറ്റെടുത്ത ഒരു ദൗത്യമുണ്ടല്ലോ, അതാണ് സാത്വികത. ഇല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ പാടില്ല. അപ്പോൾ ഏറ്റെടുത്തിട്ട് പോണത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ സന്യാസത്തിന് പോയി കളയാം അല്ലേ? അർജുനന് ഒരു തവണ ഇതുപോലെ സന്യാസത്തിന് പോയി കൂട്ടി സുഭദ്രയും കൂട്ടിക്കൊണ്ടുവന്നു. ആരെയാ? കൃഷ്ണന്റെ സഹോദരിയെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്, അതേ ചെയ്യാവൂ. അത് ചെയ്യാത്ത വശം അവൻ ധർമ്മമല്ല ചെയ്യണത്. അപ്പോൾ ശരീരത്തിൻ്റെ ആ പാപത്തെ അപ്പോൾ ഇല്ലാതാക്കണോ, അപ്പോഴേ നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇവിടെ അർജുനന് ആ പാപം കൂടിപ്പെട്ടിരിക്കുന്നു. എന്താ പാപം എന്ന് പറഞ്ഞാൽ ഈ മമത, സ്വജനങ്ങളോടുള്ള മമത, അത് കൂടിയിരിക്കണു. അതുകൊണ്ട് 2 ചോയ്സ് അർജുനൻ പറയാണ്. 2 ഓപ്ഷൻ ഇല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറോ 2 ഓപ്ഷൻ തരുമെന്ന് പറയും. ഏതോ ഒരു ഓപ്ഷൻ കറക്റ്റായിരിക്കും ഇല്ലേ? ഇതുപോലെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്വജനങ്ങളെ കൊല്ലുക എന്നൊരു ഓപ്ഷൻ. 2 ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറി ഭിക്ഷയെടുത്ത് പോവാന്നുള്ളൊരു ഓപ്ഷൻ. ഒന്ന് സ്വജനത്തിനെ കൊല്ലുക, 2 ഓപ്ഷൻ. അതിനെയാണ് അർജുനൻ ഇവിടെ പറയണത്. അർജുനൻ ഏതായി ചൂസ് ചെയ്യണേ നമുക്കറിയാം. ദൈവീയ സമ്പത്തുള്ള അർജുനൻ ചൂസ് ചെയ്യാൻ പോണത് ഭിക്ഷ എടുത്തായാലും ജീവിക്കാം, ഗുരുക്കന്മാരെയോ സ്വജനത്തിനെ ഒന്നും വധിച്ചുകൊണ്ടുള്ള ജീവിതം എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കാൻ പോവാണ്. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്തകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരഃ പ്രദിഗ്ധാൻ. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ, മഹാനുഭാവാൻ ഗുരൂൻ, മഹാനുഭാവനായിട്ടുള്ള ഗുരു, സംപൂജ്യമായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരെ അഹത്വാ ഇഹലോകേ ഭേക്ഷ്യം അഭിഭോക്തും ശ്രേയഃ ഹി, എനിക്ക് നിശ്ചയമായിട്ടും ഉറപ്പുണ്ട്. എന്താ ശ്രേയഃ ഹി? എന്താണ് ശ്രേയസ് എന്ന് പറഞ്ഞാൽ പൂജിക്കേണ്ടതായിട്ടുള്ള മഹാനുഭാവന്മാരായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും യുദ്ധത്തിൽ നിന്ന് തോപ്പിക്കാതെ, ഞാൻ ഈ യുദ്ധം അല്ലെ കൊല്ലാനാകാതെ, അഹത്വ ഹത്യ ചെയ്യാതെ ഈ ലോകത്ത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ് ഉത്തമം. അത് തന്നെയാണ് ശ്രേഷ്ഠം. എന്താണെന്ന് വെച്ചാൽ സ്വയം പണ്ഡിതം മന്യമാനാഹ, സ്വയമേവ ഞാൻ പണ്ഡിതനാണ്, ഞാൻ പറയണതാണ് കറക്റ്റ് അല്ലേ? ചില അജ്ഞാനം അങ്ങനെയാണ്. ഉപദേശിക്കുമ്പോൾ പറയും, ഓ നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഉപദേശിച്ചാൽ മതി, അനുഭവിക്കണത് ഞാനല്ലേ എന്ന് പറയും ഇല്ലേ? ചിലപ്പോൾ ഉപദേശിക്കണവൻ ഏത് തലത്തിൽ നിന്ന് ഉപദേശിക്കണോ അത് നോക്കണില്ല അല്ലേ? അവൻ ഈ ഒരു സാഹചര്യം കഴിഞ്ഞു പോയവനാണ്. ആരാ? കൃഷ്ണൻ എന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ തന്നെ അറിഞ്ഞത് മുഴുവൻ ആൾക്കാരും മരിച്ചിരിക്കണം അല്ലേ? കുട്ടി തൻ്റെ സഹോദരങ്ങളെല്ലാം മരിച്ചിരിക്കണു. ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മാമനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇത്രയും പ്രോബ്ലത്തിൻ്റെ ഇടയിൽ വന്ന കൃഷ്ണൻ ഉപദേശിച്ചപ്പോൾ അതുകൂടെ കേൾക്കണില്ല. ഇത് എനിക്കല്ലേ, എൻ്റെ അനുഭവം അല്ലേ എന്ന് അല്ലേ? കുട്ടി തൻ്റെ സഹോദരങ്ങളെല്ലാം മരിച്ചിരിക്കണു. ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മാമനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇത്രയും പ്രോബ്ലത്തിൻ്റെ ഇടയിൽ വന്ന കൃഷ്ണൻ ഉപദേശിച്ചപ്പോൾ അതുകൂടെ കേൾക്കണില്ല. ഇത് എനിക്കല്ലേ, എൻ്റെ അനുഭവം അല്ലേ എന്ന് പറയണം. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഞാൻ എടുക്കാൻ പോവാണ്, ഞാൻ ഭിക്ഷയെടുത്ത് ജീവിക്കാൻ പോവാണ് കൃഷ്ണ. ഗുരുവിനെ ഹത്വ, ശരിയാണ്, നല്ലതാണ്. ഗുരുവിനെ നമ്മൾ കൊല്ലാനേ പാടില്ല.
ഒരിടത്ത് ഒരു ശിഷ്യനും ഗുരുവും സംവാദം. അതിൽ ഈ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഗുരു എനിക്ക് എപ്പോൾ സാക്ഷാത്കാരം കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു മറുപടി കൊടുത്തു, ഞാൻ ചത്താ കിട്ടും. ഈ ശിഷ്യൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡെയിലി പോയിട്ട് ഇവിടെ തന്നെ ഇരിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കും ഗുരുവിനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താ നീ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ചോദിച്ചു. അല്ല, ഗുരു പറഞ്ഞു, ഗുരു ചത്തിട്ട് എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. അതായത് ഞാനല്ല നീ എന്ന് വെച്ചാൽ നീ എന്നുള്ള നിന്റെ അഭിമാനം ഉണ്ടല്ലോ, ഞാൻ എന്ന അഭിമാനം, അത് ചത്ത ആ സാക്ഷാത്കാരം കിട്ടും. അതിനെ കൊല്ലലാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. അതിനെ എങ്ങനെ കൊല്ലാം? ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ട്, ഒരു ചാലഞ്ച് പ്രഖ്യാപിച്ചിട്ട് നമുക്ക് കൊല്ലാൻ പറ്റുമില്ല. ഈശ്വര ഭജനത്തിലൂടെ, നിത്യനിരന്തരമായിട്ട് ഈശ്വര സമ്പർക്കത്തിലൂടെ, സത്സംഗത്തിലൂടെ നമുക്ക് ഇതിനൊക്കെ ഹനിക്കാൻ പറ്റും, ഒരു ഇല്ലാതാക്കാൻ പറ്റും അല്ലേ. അപ്പം അതുപോലെ ഗുരുവിനെ കൊന്നിട്ട് എങ്ങനെ ചെയ്യും നമ്മൾ? അതുകൊണ്ട് അതൊന്നും പൂജാർഹമായിട്ടുള്ള ഗുരുവിനെ കൊല്ലണതിനേക്കാളും ഭിക്ഷ എടുക്കണതാണ് കൃഷ്ണ നല്ലത്. അല്ലെങ്കിൽ ഇഹ ഏവ അർത്ഥകാമാൻ ഗുരുൻ ഹത്വാതു രുതിരപ്രതിഗ്ധാൻ ഭോഗാൻ ഭുഞ്ചിയ. ഇല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ പൂർവികരെയൊക്കെ കൊന്നതിന് ശേഷം ആ ചോര പുരണ്ടതായിട്ടുള്ള, രക്തം പുരണ്ടതായിട്ടുള്ള ലോകസുഖങ്ങൾ അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കും ഞാൻ? സാത്വികമായിട്ടുള്ള ഒരു ജീവൻ്റെ പ്രക്രിയയാണ് അല്ലേ. എന്നെ ഹർട്ട് ചെയ്തതായിക്കോട്ടെ, എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തതായിക്കോട്ടെ, എങ്കിൽ കൂടെ ഇല്ല, പാണ്ഡവന്മാരെ എന്തൊക്കെ ഹർട്ട് ചെയ്തു? വനവാസത്തിലേക്ക് പറഞ്ഞു വിട്ടു. വനവാസത്തിൽ പോയിട്ട് വെറുതെ നിന്നോ? വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി, ഏതെങ്കിലും അസുരന്മാരെ വിടാൻ നോക്കി, പല തരത്തിൽ ഇല്ലാതാക്കാൻ നോക്കി അല്ലേ. എന്നിട്ട് കൂടെയും ധനമോഹികളാണെന്ന് അറിഞ്ഞു അല്ലേ. അർജുനന് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഇവരൊക്കെ ധനത്തെ മോഹിച്ചിട്ടാണ് എനിക്ക് നേരെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഭീഷ്മ പിതാമഹർ തന്നെ മഹാഭാരതത്തിൽ ഒരു ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത് ഇതി സത്യം മഹാരാജ ബദ്ധോസ്മത്യേന കൗരവ. അർത്ഥസ്യ പുരുഷോ ദാസ. പുരുഷൻ ആരുടെ ദാസനാണെന്ന് വെച്ചാൽ അർത്ഥം കാശിന്റെ ദാസനാണ് അല്ലേ. കാശ് എവിടെ ഉണ്ടോ അവിടേക്ക്. അപ്പൊ പരസ്യങ്ങളെല്ലാം അങ്ങനെയാണ്. മണി ചെയിൻ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് അല്ലേ. നല്ലൊരു വേദാന്തമാണ്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന്, നാട്ടിൽ കേള് നടപ്പും. നല്ലൊരു പരസ്യം അല്ലേ. ആത്മാവിൽ ആ കനകനിധി വെച്ചിട്ട് എന്തിനാ വെളിയിൽ പോയി ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കണം. നല്ലൊരു കേൾവിയാണ്. അവർ ഉദ്ദേശിച്ച അർത്ഥം വേറെ ആണെങ്കിൽ കൂടെയും വേദാന്ത അർത്ഥം അതിന് പ്രാവർത്തികമാവുന്നുണ്ട്. ഇതുപോലെ അർത്ഥസ്യ ദാസോ പുരുഷ, അർത്ഥസ്യ ദാസനാണ് പുരുഷൻ എന്ന് വെച്ചാൽ പണത്തിന്റെ ദാസൻ. ദാസസ്ത്വാർത്ഥോന്ന കസ്യചിത്ത്. ഈ പണം ആരുടെയെങ്കിലും ദാസനാണോ അല്ലേ? പണം ആരോടൊപ്പം നിൽക്കില്ല. ഇത് സത്യം മഹാരാജ ബദ്ധോസ്മത്യേന കൗരവാം. ഞാൻ എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട് കൗരവന്മാരുമായിട്ട് നിൽക്കണതെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് ധനം വേണ്ടേ, ഭാവിയൊക്കെ വേണ്ടേ നമുക്കില്ലേ. ഫ്യൂച്ചറൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവണമെങ്കിൽ ധാരാളം കാശൊക്കെ ബാങ്ക് ബാലൻസ് അല്ലേ. 90 വയസ്സായ മുത്തശ്ശി കൂടെ ചിന്തിക്കുന്നത് 19 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും ബാങ്കിലിട്ട അല്ലേ. 90 വയസ്സായി, മണി അടിച്ചു, 5 മണി ആവാറായി. എന്നാൽ കൂടെയും അല്ലേ, എന്നാൽ കൂടെയും ചിന്ത എന്താ? ഫ്യൂച്ചറിനെ പറ്റി ചിന്ത. പ്രസന്റിന് ചിന്തിക്കണേ ഇല്ല. പ്രസന്റിൽ നമ്മൾ പ്ലസൻ്റായി ഇരിക്കാതെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിട്ട് എന്താ കാര്യം അല്ലേ. അപ്പോൾ ഈ ഗുരുക്കന്മാരെല്ലാം അർത്ഥകാമന്മാരാണ് എന്ന് വെച്ചാൽ കാശിനെ ആഗ്രഹിക്കണവനാണ്, പണത്തിനെ, സമ്പത്തിനെ, പ്രശസ്തിയൊക്കെ ആഗ്രഹിക്കണവനാണ്. എന്നാൽ കൂടെയും ഗുരു നഹത്വ, ഞാൻ ഗുരുവിനെ കൊല്ലണില്ല. നോക്കൂ, ഇതാണ് സാത്വികമായിട്ടുള്ള ഭാവം, സജ്ജനങ്ങളുടെ ഭാവം അല്ലേ. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ വധിച്ചിട്ടുള്ള ആ രക്തം പുരണ്ടതായിട്ടുള്ള സുഖലോകം എനിക്ക് വേണ്ട എന്ന് കൃഷ്ണ എന്ന് പറയാണ്. നോക്കൂ, മറുവശത്ത് കൃഷ്ണൻ പറഞ്ഞ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം അവിടെ കിടക്കണുണ്ട്. ഒരു സൈഡിൽ കൃഷ്ണൻ ആഞ്ഞടിച്ചു, ഹൃദയത്തിന്റെ ദൗർബല്യമാണ് നീ കാണിക്കണത്,
മറുവശത്ത് ഇത് രണ്ടും. ഇതാണ് ഒരു ജീവൻ പക്വമാവണത് അല്ലേ. സത്യവാക്യം ഒരു സൈഡിൽ കിടക്കണു, അവനവൻ്റെ മിഥ്യാധാരണ ഒരു സൈഡിൽ കിടക്കുന്നു. ഈ രണ്ടുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ എപ്പോൾ സത്യം വിജയിക്കുമോ ഇല്ലേ, സത്യമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വേദം പറയുന്നത് സത്യം ഏവ ജയത്തെ, സത്യമേ ജയിക്കുകയുള്ളൂ. ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ എപ്പോൾ സത്യം ജയിക്കണോ ആ ടൈമിൽ ഒരു ജീവൻ ശരണാഗതി ചെയ്യണോ, സത്യാന്വേഷണം ചെയ്യണോ. അങ്ങനെ അർജുനൻ തുടർന്ന് ആ ഉള്ളിലെ സത്യവാക്യം അല്ലേ, ഈശ്വരൻ്റെ ഉപദേശം ഉള്ളിൽ കിടക്കണത്, ഉള്ളിൽ കിടന്നിങ്ങനെ പാകപ്പെടുന്നത് കാണാം. നചേതത് വിദ്മഹ കതരന്നോ ഗരീയോ യദ്വാ ജയേമയതി വാനോ ജയേയുഹു യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ദി ഡൗട്ട്. ഫസ്റ്റ്ലി ഡൗട്ട് വരണം. ഇതിൽ ഞാനാണോ ജയിക്കാൻ പോണത്, അവരാണോ ജയിക്കാൻ പോണത്, എൻ്റെ പക്ഷം ജയിക്കണതാണോ നല്ലത്, അവരുടെ പക്ഷം ജയിക്കണതാണോ നല്ലത്, എനിക്ക് അറിയില്ല കൃഷ്ണ, പറഞ്ഞു തരൂ. ഹിയർ കംസ് ദി ഡൗട്ട് അല്ലെ. ഡൗട്ട് ഇപ്പോഴാണോ വരണത്? എപ്പോഴാണോ ഒരു ജീവന് ശാശ്വതമായ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട് വരണോ അപ്പോഴേ നമുക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് എല്ലാവരും പോയി ഡൗട്ട് ചോദിക്കും. ഡൗട്ട് ചോദിക്കുമ്പോൾ ഭഗവാന്റെ റിപ്ലൈ ഇതാണ്, ഡൗട്ട് ദി ഡൗട്ടർ. ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അവനെ ഡൗട്ട് ചെയ്യും. ആരാണ് അവൻ എന്നറിയും, ആത്മവിചാരം ചെയ്യും. ആര് വന്നോട്ടെ, ആരെടുത്തുമുള്ള ഉപദേശം ഇത് മാത്രമേ ഉള്ളൂ, ആത്മവിചാരം ചെയ്തിരിക്കൂ ഉപദേശം. അതുപോലെ ഇപ്പൊ കൃഷ്ണന്റെ അടുത്ത് വാസ്തവത്തിലുള്ള ഡൗട്ട് വരികയാണ്. എന്താന്ന് വെച്ചാൽ ഈ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം കിടന്ന് ഉള്ളിൽ വേല ചെയ്യാണ് അല്ലേ. മരുന്ന് ആദ്യം ഒന്നും ടേസ്റ്റി ആയിരിക്കില്ല, ആദ്യം വിഷമം വരും. കുട്ടികളൊക്കെ പനി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചില മഴ നനഞ്ഞുകൊണ്ടായിരിക്കും പനി വന്നത്. ഇഞ്ചക്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പനിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ കാണുമ്പോൾ ഭയം വരണം. എന്താ ഇഞ്ചക്ഷൻ്റെ ആദ്യത്തെ എഫക്റ്റ് എന്താന്ന് വെച്ചാൽ നല്ല പെയിൻ വരും. ആ പെയിൻ എന്ത് ചെയ്യും, ഉള്ള പെയിനെയും കൂടെ റിലീഫായി ആ പെയിനും മാറും. പക്ഷേ ആ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ കണ്ടാൽ പേടി വരും, ടോഫി കണ്ടാലോ വീണ്ടും മഴ കണ്ടാൽ പോയി കുളിക്കാൻ തോന്നും അല്ലേ. അതുപോലെ ആദ്യം ഒരു പെയിൻ ഉണ്ട്, പക്ഷെ അത് ഉള്ളിൽ കിടന്ന് ആ പെയിൻ വന്നാൽ കൂടെയും ഉള്ളിൽ കിടന്ന് അത് പാകപ്പെടുന്നതായിട്ട് കാണാം. യദ്വാ ജയേമ, ഞങ്ങൾ കൗരവന്മാരെ ജയിക്കുന്നതാണോ, യതിവാന ജയേയുഹു, അവര് നമ്മളെ ജയിക്കണതാണോ, കതരത് നഗരീയ, എന്താണ് ഞങ്ങൾക്ക് നല്ലത്, എന്താണ് എനിക്ക് നല്ലത്. ഈ സംസാര ജീവിതത്തിലൊക്കെ പോയിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കണ ചോദ്യം ഇതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഏതത് ന വിദ്മഹ, അതെനിക്ക് അറിഞ്ഞേ കൂടാ. ന വിദ്മോ വിജാനീമോ, നാഹം വേദ സുവേദേതി നോന വേദേതി വേദച്ച അല്ലേ, കേനോപനിഷത്ത് മന്ത്രം അതുപോലെ വരണം. എനിക്കറിയില്ല, എന്താ ചെയ്യേണ്ടത് അറിയില്ല. യാൻ ഹത്വാന ജിജീവിഷാമ, ആരെ കൊന്നിട്ടാണോ ഞാൻ ജീവിക്കാമെന്ന് കരുതണത്, തേ ധാർത്തരാഷ്ട്രാഹ ഏവ പ്രമുഖേ അവസ്ഥിതാഹ, ആ ധൃതരാഷ്ട്രപുത്രന്മാരും കൗരവന്മാര് എൻ്റെ നേരെ, പ്രമുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ എന്നർത്ഥം, വിമുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ, എൻ്റെ പ്രമുഖം എൻ്റെ മുന്നിൽ വന്ന് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കണു. ഭഗവാനെ എന്താ ഞാൻ ചെയ്യേണ്ടത്? നോക്കൂ, ഈ ധൃതരാഷ്ട്ര പുത്രന്മാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് ദ്രോഹിച്ചു അല്ലേ, ധാരാളം ദ്രോഹം ചെയ്തു. എന്നിട്ട് കൂടെയും സത്വസമ്പത്തായിട്ടുള്ള അർജുനൻ പറയാണ്, ഇവരെ ഹത്യ ചെയ്തിട്ട് എന്തിനാ ഞാൻ ജീവിക്കണത്? ആരെ കൊന്നിട്ടാണോ ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കാത്തതോ, ന ജിജീവിഷാമ, ആരെയൊക്കെ എൻ്റെ സ്വജനത്തെ കൊന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കണില്ലയോ, അതേ ആൾക്കാർ മുന്നിൽ വന്നിരിക്കണു. അതേ പ്രോബ്ലം, എന്തൊരു പ്രോബ്ലത്തെയാണോ എനിക്ക് വരരുത് എന്ന് പ്രാർത്ഥിച്ചത്, ആ പ്രോബ്ലം എൻ്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ആയിരിക്കണം അല്ലേ. നോക്കൂ, എല്ലാവരുടെ പ്രാർത്ഥന ഇതല്ലേ, ഭഗവാനെ പൈസ ധാരാളം ധനം വരണേന്ന് വെച്ചാൽ ധാരാളം കടം വരും.
എന്ത് വരരുത് നമ്മൾ വിചാരിക്കണോ ആ അല്ലേ, ചിലർ ധാരാളം പൈസ വരണേന്ന് വിചാരിക്കും. അപ്പോൾ സ്പോട്ടിൽ ഏതെങ്കിലും ഒരു ലോൺ വരും, തിരിച്ചടയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഈ SBI ബാങ്കോ HDFC ബാങ്കോ ഏതൊക്കെയോ ബാങ്ക് ഉണ്ടല്ലോ, ഈ ബാങ്കൊന്നും നമുക്ക് ഹാനി തരാൻ നിൽക്കണില്ല. എപ്പോൾ ഹാനിയാവും, എപ്പോൾ അത് ഹാനികരമാവും എന്ന് വെച്ചാൽ എപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണോ അപ്പോൾ ഹാനിയായി എന്ന് വെച്ചാൽ ഇവിടെ അത്ര ഇൻട്രസ്റ്റ് പോരാ. ഇൻട്രസ്റ്റ് കിട്ടാതെ എന്ത് ഇൻട്രസ്റ്റ് അല്ലേ, എല്ലാത്തിലും ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യണത് അല്ലേ. അതുകൊണ്ട് ആ ഇൻട്രസ്റ്റിനെ എടുത്ത് കളയാം. ഇതാണ് ഭഗവാന്റെ ഉപദേശം. അപ്പൊ അർജുനൻ ഈ ഇൻട്രസ്റ്റ് പറയാണ്. എന്താ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റേ ഇല്ല ജീവിക്കാൻ. എന്താന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടാത്ത വസ്തു, ആരെ കൊന്നിട്ടാണോ ഞാൻ ജീവിക്കാൻ പറ്റാത്തത് അവരെൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഒരു യുദ്ധത്തില് ഒരു രാജാവിന് വരണ പ്രതിസന്ധിയാണ്. ഇപ്പൊ ശിവഭക്തി പുരാണത്തിൽ ഒരു രാജാവിന്റെ കഥ വരും. എന്താ രാജാവ് എന്ന് വെച്ചാൽ നല്ല സത്യസന്ധനായിട്ടുള്ളൊരു രാജാവ്. അവരുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരണില്ല. ഈ രാജാവ് നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ രാജാവിൻ്റെ പുത്രൻ ഒരു നാൾ രഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. യാത്ര ചെയ്യ മധ്യയിൽ പെട്ടെന്ന് ഈ രഥത്തിനെ പിടിച്ച് നിർത്താൻ സാധിക്കാതെ രഥത്തിൻ്റെ വീല് അല്ലേ, അതിൻ്റെ ടയർ കൊണ്ട്, ആ ചക്രം കൊണ്ട് ഒരു പശുവിൻ്റെ കിടാവ് മരിക്കപ്പെട്ടു. ഈ കിടാവ് മരിച്ചപ്പോൾ ഈ പശു അലമുറയിട്ട് കരയാണ്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ഇതോ ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ മന്ത്രി സമ്മതിച്ചേയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പശു നേരെ പോയി ആ രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ പോയി കരയാണ്. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ ലോകർക്ക് മുഴുവൻ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പുത്രൻ എന്താ എൻ്റെ കുട്ടിയെ കൊന്നിരിക്കണോ, ചക്രം കയറ്റി ഇറക്കി കൊന്നിരിക്കണോ, ഇതാ എനിക്ക് എൻ്റെ കുട്ടി നഷ്ടമായിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മന്ത്രിക്ക് ഓർഡർ ചെയ്തു, അവനെ അതുപോലെ കൊല്ലും. നമുക്ക് സ്വന്തം പുത്രനെ അതുപോലെ വീല് കെട്ടി കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രി പറഞ്ഞു, പ്രഭോ എനിക്ക് പറ്റില്ല ഈ ദൗത്യം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ആ രഥമെടുത്ത് സ്വന്തം പുത്രനെ ആ രഥത്തിൻ്റെ ചക്രം കയറ്റിക്കൊന്നു. ഇത് ഈ ഒരു പ്രവൃത്തി നടന്ന ടൈമിൽ തന്നെ ആകാശത്തുനിന്ന് സ്വർഗലോകത്തു നിന്നൊക്കെ ഒരു പുഷ്പവൃഷ്ടി വന്ന് സത്യം ഏവ ജയത്തെ, സത്യനിഷ്ഠനായിട്ടുള്ള ഒരു രാജാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് ആകാശത്തും പുഷ്പവൃഷ്ടി വന്നു. ഭഗവാൻ പരമേശ്വരൻ്റെ പുഷ്പവൃഷ്ടികളൊക്കെ വന്ന് ആ മരിച്ചുപോയ അയാളുടെ കുട്ടിയും ആ പശുവിൻ്റെ കിടാവും ജീവിച്ചു അത്രേ. നമുക്ക് ഈശ്വരൻ്റെ പരീക്ഷണം അങ്ങനെയാണ്. ഞാൻ മരിക്കപ്പെടുന്ന പൊരുളല്ല, ഇങ്ങനെ ഒരു കഥ, ആ കഥയിൽ കൂടെയും സത്യം വിജയിക്കണം, അവൻ്റെ ധർമ്മം വിജയിക്കണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ചാൽ ശാശ്വതമായ പരിഹാരം കിട്ടി. അപ്പോൾ ഇവിടെ എനിക്ക് ജീവിക്കാമെന്ന് ആഗ്രഹമില്ലാത്ത കാര്യമാണ് ഭഗവാനെ, ഈ യുദ്ധത്തിൽ ഇവരെ കൊന്നിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ഇവിടെയും അശുദ്രം ഹൃദയ ദൗർബല്യം, ഇതും ശുദ്രമാണ്. ജീവിക്കാൻ ആഗ്രഹമില്ല, മനസ്സിൻ്റെ ഒരു ദൗർബല്യമാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വേഷം കെട്ടിയാലും വെളിയിൽ ആ ദൗർബല്യം വരും. എത്ര പൂച്ച, എത്ര വലിയ പുലിയുടെ വേഷം കെട്ടിയാലും യഥാർത്ഥ പുലിയെ കണ്ട പേടിച്ചു പോകും അല്ലേ. ഒരു പൂച്ച ഒരു പുലിയുടെ വേഷം കെട്ടി, വേഷം കെട്ടി പുലികളുടെ കൂടെയൊക്കെ നടക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. പെട്ടെന്ന് പുലിയെ കണ്ടപ്പോൾ പേടിച്ചു പോയി. എന്ന് വെച്ചാൽ ഈ പുലി തന്നെ ആലോചിക്കണം, എന്താ ഇവ എന്നെ കണ്ട് ഓടുന്നത്? കാരണം അവൻ്റെ ഉള്ളിൽ പൂച്ചയാണ്. ഇപ്പം ഈ പൂച്ച അങ്ങോട്ട് വെളിയിൽ പോകണം അല്ലേ. ആ അങ്ങോട്ട് വെളിയിൽ പോകുമ്പോഴാണ്, ഇപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യം. ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇയാളുടെ അജ്ഞാനം ഒരു സൈഡിൽ വയ്ക്കണം. വൺ സൈഡിൽ ശരണാഗതി പകുതിയായി. എങ്ങനെയാന്ന് വെച്ചാൽ ചിലരൊക്കെ ചില ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയി വലിയ രീതിയിൽ ഉപദേശം ചോദിക്കും. ഗുരു ഒരു ഉപദേശം കൊടുക്കും, ഇവരുടെ പാർട്ട് അഭിനയിക്കും അല്ലേ. എത്രയോ കാലം കൊണ്ട് ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കണവരുണ്ട്. ഇപ്പം നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്തൊക്കെ പലരും ഒരേ ക്വസ്റ്റ്യൻ, ജ്ഞാനികളൊക്കെ അഫക്റ്റ് ചെയ്യണത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. 10-15 വർഷം 20 വർഷം ആയാലും ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കും, അവർക്ക് ആൻസറിനെ പറ്റി അറിയേ വേണ്ട. അതുപോലെ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യം, സത്യമാർഗത്തിൻ്റെ ആവശ്യം. ഗുരു പാകപ്പെടുത്തുകയാണ് അല്ലേ.
ആദ്യമേ സത്യകാമൻ എന്നൊരു ക്യാരക്ടർ, ചെറിയ കുട്ടി, ഒരു ഗുരുകുലത്തിൽ ഗുരുവിനോടൊത്ത് പഠിക്കാൻ വന്നു. ബാക്കി കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആശ്രമത്തിലൊക്കെ നിർത്തി. ഈ സത്യകാമനെ കണ്ടപ്പോൾ നല്ല പക്വയായ കുട്ടി. ഈ കുട്ടിക്ക് ഗുരുവിൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ 5 പശുവിനെ ഈ കുട്ടിയുടെ കൂടെ വിട്ടിട്ട് ഈ 5 പശു എപ്പോൾ 100 പശുക്കളാവണോ അപ്പോഴും നിനക്ക് ഉപദേശം എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്താന്ന് വെച്ചാൽ ഈ കുട്ടികളിലൂടെ കൂടി ഇതും കൂടെ വാലാവും, അതുകൊണ്ട് ഇതൊരു പക്വയായ ജീവൻ കാട്ടിൽ പോയി ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പശുക്കളെയൊക്കെ നോക്കി പുല്ലൊക്കെ വെട്ടി അങ്ങനെ ജീവിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിലൊരു പശു സത്യകാമനെ വിളിക്കുകയാണ്. സത്യകാമെന്ന് വിളിച്ചു. അത് വിശ്വസിക്കാൻ പറ്റില്ല. സത്യകാമെന്ന് വിളിച്ചു. അപ്പോൾ സത്യകാമൻ ഒരു സൈഡിൽ എന്തോന്ന് വിളിച്ചു. അപ്പോൾ ഇത് പറയണം, ഞങ്ങൾ 100 പേരായി എന്ന് പറഞ്ഞു. നോക്കൂ, ഉപദേശത്തിൻ്റെ ആവശ്യമേ അവിടെ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ പക്വയായി, സർവഭൂത ഹൃദയം, സർവഭൂതത്തിനെയും അറിയാൻ പറ്റിയില്ലേ. ഈശ്വര സർവഭൂതാനാം, എല്ലാ ഭൂതത്തിലും ആ താൻ ഈശാവാസ്യം ഇതം സർവം, എല്ലായിടത്തും അത് തന്നെയാണ്, ആ പൊരുൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വിശ്വമിത്രനായി, വിശ്വം തന്നെ മിത്രമായി മാറി അല്ലെ. സർവാത്മഭാവം വന്നപ്പോൾ എല്ലാത്തിലും ഞാനാണ് ഇരിക്കുന്നത് എന്നൊരു ഭാവം വന്നു. അത് ഉപദേശിച്ചു, അത് പറഞ്ഞു കൊടുത്തു, ഇത് കേട്ടു. കമ്മ്യൂണിക്കേഷൻ മൃഗത്തിനുമായിട്ട് നടന്നു അല്ലേ. അപ്പോൾ അതുപോലെ ഉള്ളിൽ പാകപ്പെടുകയാണ്. ആ പാകപ്പെടുത്താൻ നമ്മളൊന്ന് പക്വപ്പെട്ട് വരുമ്പോൾ ഈശ്വരൻ ഉപദേശിക്കും. ഒരു സൈഡിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത താപമുണ്ട്, ഒരു സൈഡിൽ പരിഹാരത്തെ കാണിച്ചു കൊടുക്കും. എങ്ങനെയെന്ന് വെച്ചാൽ നാ ഭയേഷ്ടു വിദ്വൻ നാസ്തി അപായഃ, സംസാരസിന്ധോഹോ തരണോസ്തു പായഃ, യേനേശ്ചയാതം യതയോശ്ച പാര. വിവേകചൂടാമണിയിൽ ശങ്കരാചാര്യരുടെ ഒരു വചനമാണ്. നാ ഭയേഷ്ടു വിദ്വൻ മാ ഭയേഷ്ടു വിദ്വൻ. പേടിക്കേ വേണ്ടാത്ര. എന്തിനാ പേടി? നാസ്തി അപായഃ, ഇവിടെ ഒന്നും നിന്നെ അപായപ്പെടുത്താൻ പോണില്ല. സംസാര സിന്ധോഹോ തരണോസ്തു പായഃ, ഈ സംസാര സാഗരത്തിനെ കടക്കാൻ ഒരു വഴി, ഒരു ഉപായം ഞാൻ പറഞ്ഞു തരാം. എന്താ ഉപായം എന്ന് വെച്ചാൽ ഏനേശ്ചയാതം യതയോശ്ച പാര. ഇത് ഈ സംസാരമൊക്കെ, ഈ സാഗരമൊക്കെ കടന്നുപോയ യതികളുണ്ട്, ആ യതികൾ നിനക്ക് വഴികാട്ടും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആരാണോ ഈ സംസാരത്തിൽ നിന്നും കടന്നുപോയി ശുദ്ധ ചൈതന്യമായിട്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ നമ്മളെ കരകയറ്റാനുള്ള അധികാരമുള്ളൂ. ഇല്ലാതെ സംസാര താപത്തിൽ പെട്ട് ചുഴന്ന് കിടക്കുന്ന ആൾക്കാർക്ക് നമ്മളെ പിടിച്ച് കരകയറ്റാൻ അനുവാദമേ ഇല്ല. അതുകൊണ്ട് ഈശ്വരനെ നമ്മളെ പിടിച്ച് കൈപിടിച്ച് കയറ്റാൻ അനുവാദമുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ശരണാഗതിയാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. കാർപ്പണ്യദോഷഃപഹതസ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയഃ സ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോപഹതസ്വഭാവഃ, ഒരു ജീവനെ എപ്പോഴാണോ തനിക്ക് പ്രതിബന്ധമായ വസ്തുവിനെ ഒരു ജീവൻ, ഒരു സാധകൻ എപ്പോൾ കണ്ടുപിടിക്കണോ ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ് അയാളുടെ ഉന്നതി ഉണ്ടായി. എപ്പോൾ അതിനെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞു വച്ചിരിക്കണോ അവൻ പിന്നെ 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 നാളേക്ക് പോവർന്നാവും. ശിവഭക്തി പുരാണത്തിൽ നന്ദനാർ എന്ന് വെച്ചാൽ നാളേക്ക് പോവർന്ന് പേര്. എന്ന് വെച്ചാൽ ഇന്ന് ചിദംബരത്തിൽ പോകാനേ പറ്റില്ല, നാളെ പോവാം നാളെ പോവാം നാളെ പോവാം നാളെ പോവാം. അതിന് പ്രതിബന്ധം വെളിയിൽ നിന്ന് വന്നുകൊണ്ടാണ്. അയാളുടെ ചിന്തയിൽ ഇന്ന് പോകണം എന്നാണ്. പക്ഷെ നമ്മളോ ഇന്നൊരു ദോഷം വന്ന് 2 ദിവസം കഴിഞ്ഞ് വ്രതം എടുക്കാം, പിന്നെ ഒരു 41 എങ്ങനെയെങ്കിലും ചുരുക്കി 21 ആക്കാം അല്ലെ, അരമണ്ഡലമാക്കാം. ഇനി അതിനെയും ചുരുക്കി 11 ദിവസം ആക്കാം, 7 ദിവസം ആക്കാം, 3 ദിവസം ആക്കാം. ഇങ്ങനെ ആക്കി 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 ഇപ്പം വ്രതവും ഇല്ല, അനുഷ്ഠാനവും ഇല്ല അല്ലേ. ശബരിമലയിലൊക്കെ നിപ്പിന് മാലയിട്ടാണ് ആൾക്കാർ പോണത്. ഏതോ ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. സ്വയമേവ ധീരനാണ്,
ഇതാണ് എൻ്റെ വഴി, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ചിലരൊക്കെ അങ്ങനെ പോവും അല്ലേ. വ്രതമോ ഒന്നും അനുഷ്ഠാനമോ ഒന്നും അവർക്ക് ആവശ്യമില്ല എന്ന് പറയും അല്ലേ. എപ്പോൾ നമ്മുടെ പ്രതിബന്ധത്തെ നമുക്ക് മനസ്സിലായോ, നമ്മുടെ നെഗറ്റിവിറ്റി നമ്മൾ മനസ്സിലായോ, ആ നെഗറ്റിവിറ്റി എങ്ങനെ പോക്കാം എന്നുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഗുരുവിനെ ശരണം പ്രാപിക്കുക. അതാ ഇവിടെ കാർപ്പണ്യദോഷ പഹത സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മസമ്മൂഢചേത. ധർമ്മത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവണില്ല. ധർമ്മസമ്മൂഢ, എന്താണ് എനിക്കിപ്പോൾ ചെയ്യേണ്ട ധർമ്മം? ഇവരെ കൊല്ലലാണോ ധർമ്മം? രാജ്യത്തിനെ പരിപാലിക്കണാണോ എൻ്റെ ധർമ്മം? എന്താ ധർമ്മം? എനിക്ക് മനസ്സിലാവണില്ല. യത് ശ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ. എനിക്ക് എന്താണോ ശ്രേയസ്, എൻ്റെ ഉണർവിന് ഞാൻ ഉയരാൻ എന്താണോ ശ്രേയസ്കരമായിട്ടിരിക്കണത് അതിനെ എനിക്ക് ഉപദേശിക്കൂ കൃഷ്ണ. ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം. എങ്ങനെ ഇന്നലെ വരെ ഞാൻ നിന്നെ കണ്ടതൊരു സഖാവായിട്ടാണ്, ഇപ്പൊ ഞാൻ ശിഷ്യനായിരിക്കുകയാണ്, നീ എനിക്ക് ഗുരുവാണ് കൃഷ്ണ, നിന്നിൽ ഞാൻ ശരണാഗതി. എന്താ ശരണാഗതി? ശരണാഗതി എന്ന് വെച്ചാൽ വലിയൊരു ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പോൾ ശബരിമലയിൽ, ഇപ്പോൾ എക്സാമ്പിൾ ശബരിമല തന്നെ എടുക്കാം. ശബരിമലയിൽ പോകുമ്പോൾ എല്ലാവരും ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. എന്താ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാൽ ശരണാഗതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പനല്ലാതെ വേറെ ശരണമില്ല. എപ്പോൾ വരയ്ക്കും നമുക്ക് അല്ലേ, ആ മല അങ്ങോട്ട് ഇറങ്ങി വീടെത്തിക്കഴിഞ്ഞാൽ ശരണമയ്യപ്പ. ഇല്ല, കേരളത്തുകാർക്ക് ഇതാ ശരണം. ഈ ശരണം വിളിച്ച ആളെല്ലാം ബീവറേജ് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ തന്നെ കെട്ട് നിറച്ച് വലിയ ഭക്തിയോടെ 10 കുറികളൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ആള് ബിവറേജിൽ വലിയ സൗമ്യമായിട്ട് ക്യൂ നിൽക്കണം. ചിലപ്പോൾ ശബരിമലയിൽ പോയാൽ ഇങ്ങനെ ക്യൂ നിൽക്കുമെന്ന് അറിയില്ല. ശബരിമലയിൽ പോയാൽ ചിലപ്പോൾ ഇങ്ങനെ സംയമനമായിട്ട് ക്യൂ നിൽക്കുമെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ സംയമനം പാലിച്ചുകൊണ്ടാണ് പോണത് ബിവറേജിലൊക്കെ ക്യൂ അല്ലേ. അപ്പോൾ ശരണാഗതി എന്ന് പറയുന്നത് വെറുതെ വാഗൊണ്ട് പറയുന്ന ശരണാഗതിയല്ല. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് വൈഷ്ണവ സമ്പ്രദായത്തിൽ ഈ കുറി ഊർധ്വം കുണ്ട്രം ഇടണത് അതൊരു ശരണാഗതി, ഭഗവാൻ ശരണാഗതി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ ഇതൊരു ശരണാഗതി, അതൊരു ഗൗണാർത്ഥം മാത്രം. വാച്യാർത്ഥം പോലും ശരണാഗതി എന്ന് പറഞ്ഞാൽ ഒരാളെ ശരണം പ്രാപിക്കുക, ഒരാൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, ഒരു ഗുരുവിന് പോയി കീഴ്പ്പെടുക. ശങ്കരാചാര്യരെ നമുക്ക് ഭജഗോവിന്ദത്തിലൂടെ പറഞ്ഞു, ഗുരു ചരണാംബുജ നിർഭര ഭക്തി. ഗുരുവിൻ്റെ ചരണം വേണം അല്ലേ. കോകഴിയാണ്ട കുറുമണിതൻ താഴ്വാഴ്ക. തിരുവാചകം നമ്മൾ എപ്പിസോഡായിട്ട് കണ്ടു. അതിൽ കോകഴി ആണ്ട കുറു മനിതൻ താഴ്വാഴുക. എൻ്റെ ഗുരുവിൻ്റെ പാദം വാഴട്ടെ എന്ന് വെച്ചാൽ പാദത്തിൽ പോയി വീഴുക. ശരണാഗതി, പാദത്തിൽ പോയി അങ്ങോട്ട് വീഴുക, അതാണ് ശരണാഗതി. സ്വയമേവ ഉള്ളിലേക്ക് തിരിയുക. വാസ്തവത്തിലെ ശരണാഗതി എന്താന്ന് വെച്ചാൽ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പോയി കാലിൽ പോയി പിടിച്ചു അത്രേ. കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഇതാണ് എൻ്റെ ഗുരുവിൻ്റെ പാദം, എൻ്റെ ഗുരുവിൻ്റെ പാദം എന്നെ വിടാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഹർഷി ചോദിച്ചു, ഇതാണോ നിൻ്റെ ഗുരുവിൻ്റെ പാദം? നിൻ്റെ ഗുരുവിൻ്റെ പാദം ഉള്ളിലാണ്, ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞു. നോക്കൂ, അപ്പോൾ വാസ്തവത്തിലെ ശരണാഗതി എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുക. മനസ്സിനെ, മനഃ എന്ന വാക്കിനെ തിരിച്ചിട്ടാൽ നമഃ, ദാറ്റ് ഈസ് ശരണാഗതി. അതാണ് വാസ്തവത്തിലെ ശരണാഗതി. നമ്മൾ വെളിയിൽ എന്തോ ശരണാഗതി എന്ന് കരുതണു. വെളിയിലെ ശരണാഗതി ഒന്നും വാസ്തവത്തിലെ, വെളിയിലെ ശരണാഗതി നമ്മൾ എന്ത് ചെയ്യും? വെളിയിലൊരു ഗുരുവിനെ പോയി നമ്മൾ ശരണാഗതി ചെയ്ത ഗുരു നമുക്ക് തത്വമസി എന്ന വാക്യം ഉപദേശിച്ച് നമ്മളെ അന്തർമുഖമാക്കി തിരിക്കും. ഉള്ളിൽ ശരണാഗതിയായ ഗുരു ഉള്ളിൽ അന്തര്യാമിയായിട്ട് പ്രകാശിക്കും. അപ്പോൾ അർജുനൻ ഇവിടെ പറഞ്ഞു തരൂ കൃഷ്ണ, എനിക്ക് ഏതാണ് ശ്രേയസ്? എൻ്റെ ദോഷത്തെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. കൃപണദോഷം, കാർപ്പണ്യദോഷം. കാർപ്പണ്യദോഷം എന്താ? കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാവുന്നൊരു ഭാവം. എൻ്റെ ജീവിതത്തിന് സെക്യൂർഡാണ് ഞാൻ. ധാരാളം കാശുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, എന്നെ എല്ലാവരും സഹായിക്കും. ഹോസ്പിറ്റലിൻ്റെ താഴത്തെ നില അല്ലേ, മേലേക്ക് IT ഫീൽഡേ വെച്ചിരിക്കുന്നു അല്ലേ.
അതുപോലെ വീട് ചിലപ്പോൾ IT കമ്പനിയാണ്. ഇപ്പോൾ എല്ലാവരും വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് കുട്ടികളെ നോക്കാൻ വഴിയില്ല, ഹോട്ടലിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നു, അല്ലെ, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ ഇങ്ങോട്ട് വരും, അതെടുത്ത് വെച്ച് തിന്നും. വീടേ ഓഫീസ് റൂമായി മാറിക്കൊണ്ട്, അല്ലേ? ഇതൊരു ഹോസ്പിറ്റലിന്റെ താഴെ പോയി വീട് വെച്ചാൽ കൂടെയും നിനക്ക് പരിഹാരമുണ്ടെന്ന് നീ കരുതിയിരിക്കണം. ദാറ്റ് ഈസ് കൃപണദോഷം, കാർപ്പണ്യദോഷം. ആ ദോഷം ഞാൻ മനസ്സിലായി. ഉപഹത സ്വഭാവ. ഇവിടെ ഭഗവാൻ, ഇവിടെ അർജുനൻ പറയാണ് ഉപഹത സ്വഭാവ. സ്വഭാവം എന്താ? സ്വഭാവം എന്ന് പറഞ്ഞാൽ നേച്ചർ എന്നർത്ഥം. ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് ചിലപ്പോൾ മാറ്റി പറിക്കാനേ നമുക്ക് സാധ്യമല്ല. അത് വാസനാപടലത്തോടു കൂടി വന്നതാണ്. ഇതിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. ഒരു പക്ഷം വരെ മാറ്റി വയ്ക്കാൻ പറ്റില്ല. സ്വരൂപം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത പൊരുൾ. സ്വഭാവത്തിന് മാറ്റം വരാം, പ്രകൃതിക്ക് മാറ്റം വരാം, അല്ലേ? എല്ലാവരും ഒരേ സ്വഭാവത്തിലിരിക്കുമോ? ഒരാൾ ദേഷ്യം, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമോ? ഒരാൾ സന്തോഷം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാലോ? ഒരു വണ്ടി വീട്ടിൻ്റെ നടയിൽ വന്ന് നമ്മളെ കൊണ്ടുപോകും, സദാ ചിരിച്ചുകൊണ്ടിരുന്ന, സദാ കരഞ്ഞുകൊണ്ടിരുന്നാലോ? അപ്പൊ സ്വഭാവം എന്ന് പറയുന്നത് മാറും, മാറ്റിമറിയണതാണ്, അല്ലേ? പരിണാമം സംഭവിക്കും, മാറും, പലതും സംഭവിക്കാം സ്വഭാവത്തിന്. പക്ഷേ സ്വരൂപം മാറാത്തതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ സ്വഭാവം, കാർപ്പണ്യദോഷം എന്നൊരു സ്വഭാവം എനിക്ക് വന്നിരിക്കണു. ഈ സ്വഭാവത്തെ എങ്ങനെ മാറ്റാം? സ്വരൂപനിഷ്ഠനായ ഈ സ്വഭാവം അങ്ങോട്ട് മാറും. അപ്പൊ സ്വരൂപത്തിലേക്ക് വരാനുള്ള ശ്രേയമായിട്ടുള്ള മാർഗത്തെ എനിക്ക് ഉപദേശിക്കൂ കൃഷ്ണ. ആ മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ സ്വഭാവം എവിടെ പ്രതിഫലിക്കണോ, അല്ലേ? എവിടെയാ ഈ സ്വഭാവം പ്രതിഫലിക്കണത്? പ്രകൃതി എവിടെയാ നിൽക്കണത് എന്ന് വെച്ചാൽ പ്രകൃതി ആത്മാവിൽ പ്രതിഫലിക്കണം. ആത്മാവാകുന്ന സ്ക്രീനിലാണ് പ്രകൃതിയാകുന്ന സിനിമ ഓടിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലേ? പ്രകൃതം എന്നാണ് നമ്മൾ പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നേച്ചർ. പ്രകൃതം എന്ന് പറഞ്ഞാൽ നേച്ചർ, ഒരാളുടെ നേച്ചറാണ്. എന്ന് വെച്ചാൽ മാറും. അതുകൊണ്ടാണ് നേച്ചർ എന്ന് പറയണത്, പ്രകൃതി. ആത്മാവിൻ്റെ പ്രകൃതി എന്താന്ന് വെച്ചാൽ മാറാത്തത്. അപ്പോൾ ഒരു ജലം, ആ ജലത്തിൽ തന്നെ കുമിളയുണ്ട്, അതിന് കുമിളാന്ന് പേര്. ഈ ജലത്തിൽ ചുഴിയുണ്ട്, അതിന് ചുഴി എന്ന് പേര്. അലയുണ്ട്, തിരമാലയുണ്ട്. ഇതിനെല്ലാം വെവ്വേറെ പേര്, വെവ്വേറെ രൂപം. പക്ഷെ വസ്തു ജലം തന്നെയാണ്, H2O തന്നെയാണ്, അല്ലേ? വസ്തുവിന് മാറ്റമേ ഇല്ല. അതിൻ്റെ മുകളിൽ പ്രതിഫലിക്കുന്നതായിട്ടുള്ള തിര, ഈ തിരയെ കുറച്ചൊരു ബോട്ടിലെടുത്ത് അത് വെള്ളം തന്നെ. ഒരു കാറ്റിൻ്റെ ദിശ കൊണ്ട് ചിലപ്പോൾ തിരമാല വരണു, ഓളം വരണു, ഒഴുക്ക് വരണു. ഇനി അടിയിൽ എന്തോ ഒരു റിയാക്ഷൻ കൊണ്ട് ചുഴി വരണു. പക്ഷെ വസ്തു ഏകം തന്നെ, മാറ്റമേ ഇല്ല. അതുപോലെ സ്വഭാവം എന്ന് പറയണതും സ്വരൂപം എന്ന് പറയണതും നമ്മൾ വ്യത്യാസം വെവ്വേറെ അറിയണം, അല്ലേ? ഇപ്പൊ ഫാനിന്റെ സ്വഭാവം എന്താ? കറങ്ങിയിട്ട് നമുക്ക് കാറ്റ് തരിക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്താ? ഇലക്ട്രിസിറ്റി. ഇപ്പൊ ലൈറ്റ് പ്രകാശം തരണു, അതിൻ്റെ ഉള്ളിൽ എന്താ പ്രകാശിക്കുന്നത്? ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ് അതിൻ്റെ സ്വരൂപം. കാറ്റ് തരണതും വെളിച്ചം തരണതും അതിൻ്റെ വെവ്വേറെ സ്വഭാവമാണ്. ഇപ്പൊ സ്വഭാവം സ്വരൂപം നമ്മൾ പ്രത്യേകം അറിയണം. നമ്മൾ ചിലർ വിചാരിക്കും, ഓ എല്ലാത്തിനും ആത്മാവിന് ഉപദേശം ഉണ്ടെങ്കിൽ ഈ എരുമ ഉപദേശിക്കൂ, ഈ എരുമ വേദം പറയൂ, അല്ലെ? അങ്ങനെ കഥ തന്നെ ഉണ്ട്. ജ്ഞാനേശ്വരൻ, വിട്ടൽ പന്തിൻ്റെ മകൻ ജ്ഞാനേശ്വരൻ വേദാധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഗുരുവിനെ സമീപിക്കുകയാണ്. അപ്പോൾ ഗുരുക്കന്മാരെല്ലാം ചോദിക്കുകയാണ്, നീ സന്യാസിയുടെ പുത്രനാണ്, അല്ലേ? സന്യാസമെടുത്ത് ഒരു കുലത്തിലും ഇല്ലാത്ത സന്യാസിക്ക് ജനിച്ച കുട്ടിയായിട്ടുള്ള നീ ആരാ നിനക്ക് വേദം തരുന്നത്? എങ്ങനെയാ നിനക്ക്, എന്താ നിന്റെ ഗോത്രം, സൂത്രം എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറയണേ, എന്നെ ദത്തെടുത്തോളൂ, അല്ലേ? അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഗുരുവിനെ ദത്തെടുത്തുകൊണ്ട് ഗുരുവിൻ്റെ സമ്പ്രദായത്തെ കൊടുക്കുക, ഉപനയനം ഗുരു ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ അതുപോലെ എന്നെ ദത്തെടുത്തോളൂ,
ഗുരു ദത്തെടുത്തിട്ട് എന്നെ ഈ ഉപനയനം ഒക്കെ ചെയ്യിപ്പിച്ച് വേദാധ്യയനം തരൂ. സർവം ബ്രഹ്മമാണ് എന്ന് ഈ കുട്ടി ഉപദേശം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താ ബ്രഹ്മം എന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന പൊരുളാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ ചോദിച്ചു, എന്നാൽ ഈ എരുമ വേദം ചൊല്ലുമോ എന്ന് ചോദിച്ചു. സ്വഭാവമില്ല, എരുമയ്ക്ക് സ്വഭാവം, വേദം ചൊല്ലണ സ്വഭാവമൊന്നുമില്ല അല്ലേ. എരുമ മേ മേ എന്ന് കരയും, അതാണ് അതിൻ്റെ സ്വഭാവം അല്ലേ. നമ്മളിപ്പോൾ ഫാൻ ഇട്ടിട്ട് ലൈറ്റ് കത്തണില്ല അല്ലേ, വെളിച്ചം വരണില്ല എന്ന് പറയുമോ ആരെങ്കിലും അല്ലെ. ഫാനിൻ്റെ സ്വഭാവം എന്താ, കാറ്റ് തരലാണ്. അതുപോലെ എരുമയുടെ സ്വഭാവം വേറെ. പക്ഷേ ഈ ജ്ഞാനേശ്വരൻ എന്ത് ചെയ്തു, ഒരു വികൃതി കാണിച്ചു. എന്താ വികൃതി എന്ന് പറഞ്ഞാൽ, എരുമ വേദം ചൊല്ലുമെന്ന് പറഞ്ഞിട്ട് എരുമയെ 2 നൊടി ഇങ്ങനെ അടിച്ചിട്ട് ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഈ എരുമ അങ്ങോട്ട് വേദം ചൊല്ലി, ശം നോ മിത്ര ശം വരുണ ശം നോ ഭവത്വര്യമ ശം നയിന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമ. നല്ല സ്പഷ്ടമായിട്ട് ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് വേദം അങ്ങോട്ട് ചൊല്ലി, സ്വരത്തോടു കൂടി ചൊല്ലി. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണന്മാർ പേടിച്ചു പോയി. ആ എരുമയെ കൊണ്ട് നടന്ന ആള് അവിടെ ഇട്ടിട്ട് ഏതോ മന്ത്രവാദം പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. ഈ കുട്ടി ഈ ഒരു അത്ഭുതം കാണിച്ചു കഴിഞ്ഞപ്പോൾ എരുമയുടെ ആളെടുത്ത് എരുമയെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, ഇതേതോ മന്ത്രവാദം, ഇതേതോ ഭൂതം കയറിയിരിക്കണം, എനിക്ക് വേണ്ട, എനിക്ക് എരുമയെ ജീവിതത്തിൽ ഇനി വേണ്ട. എന്നാൽ ഈ ബ്രാഹ്മണനെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോവോ, വേദം ചൊല്ലണതല്ലേ എന്ന് പറഞ്ഞാൽ, ഇനി ഈ ബ്രാഹ്മണർ വീട്ടിൽ പോയിരുന്നിട്ട് വേദം ചൊല്ലണതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എരുമ തിരുത്തിയ പ്രോബ്ലമാണ് അല്ലേ. ഈ എരുമ വന്നിട്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണല്ലോ എന്ന് എരുമ തിരുത്തിയ പ്രോബ്ലമാണ്. പിന്നെ ഈ എരുമയെ ജ്ഞാനേശ്വരൻ തന്നെ കൊണ്ടുപോയത്. അപ്പം സ്വഭാവം എന്ന് പറയുന്നത് മാറ്റമുള്ളതാണ്, മാറിക്കൊണ്ടേയിരിക്കും, ഒരിടത്ത് നിലയ്ക്കാത്തതാണ്. സ്വരൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെ അർജുനന് കാർപ്പണ്യദോഷ പഹത സ്വഭാവ, കാർപ്പണ്യദോഷം എന്നൊരു ദോഷം പിടിപെട്ടിരിക്കണം. ആ ദോഷത്തിൽ നിന്ന് എനിക്ക് ശ്രേയസ്സായിട്ടുള്ള കാര്യത്തിനെ ഉപദേശിക്കൂ കൃഷ്ണ. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് ശരണാഗതി, എൻ്റെ അറിവൊന്നും എന്നെ രക്ഷിക്കണില്ല. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. ഇനി എനിക്കൊന്നും ചെയ്യാൻ ബാക്കിയില്ല, എൻ്റെ സ്റ്റോക്ക് തീർന്നു. ഞാൻ പഠിച്ചു വെച്ചത് കൊണ്ടെല്ലാം ഞാൻ പരിശീലിച്ച് നോക്കി, എൻ്റെ സ്റ്റോക്കെല്ലാം കഴിഞ്ഞു. നാസ്തി അകൃതകൃതേന. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, തത് വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനായിട്ടുള്ളതും ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിനെ പോയി ശരണാഗതി ചെയ്യണം. ആരാ അതിനെ പക്വി എന്ന് പറഞ്ഞാൽ, സാക്ഷാത് ഈശ്വരൻ തന്നെ. ഇവിടെ ഗുരു കൃഷ്ണൻ ഗുരുവായിരിക്കണം. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. തുടർന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേഖം രമണാഖ്യം അഹം അഹ. ഹരി ഓം.